ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. അങ്ങനെയായിട്ട് എന്ത് പറഞ്ഞു അങ്ങനെ ഷുഗർ ചെക്ക് ചെയ്ത് പെണ്ണിട്ടാണ് ജിന്നു വന്ന് ചെക്ക് ചെയ്ത് പറയായിരുന്നു. ജിന്നു ഷുഗർ ഡോക്ടറാണ്. ജിന്നും പറയുന്നു പെണ്ണിട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ഷോക്കാണ്. അങ്ങനെ ആ പെണ്ണുപ്പമ്മക്ക് ഷോക്കാണ്. അപ്പോൾ ജിമ്മിന് പറയുന്നു ഞാനും ഒന്നും ചെയ്തില്ലല്ലോ. ചങ്ക കുറയുന്നു. ഞങ്ങൾക്ക് മമ്മീൻ്റെ ഡാഡിയും മുറക്കായിരുന്നു. അവർ പറ ഷോക്കാണ് പെണ്ണിട്ടാണെന്ന്. ഞാൻ പെണ്ണുപ്പമ്മ പറയുന്നു നിങ്ങളെന്തോ ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഒരു പെണ്ണിട്ടായതെന്ന് പറയുന്നു. രണ്ട് ഗേൾസ് എനിക്കില്ല. അങ്ങനെ രണ്ട് ഗേൾസിൻ്റെ ബോയ് ഫ്രണ്ട് ഇറങ്ങി പറഞ്ഞ് അവിടെ സാഡായിട്ടുണ്ടായിരുന്നു. ബാങ്ഷൻ ഫ്ലിക്സ് ആയിരുന്നു. അവർ രണ്ടുപേരും സ്റ്റേജിൽ വന്ന് ഞങ്ങളോ കുട്ടികളെന്ന് പറയുന്നു. പിന്നെ അറിഞ്ഞ് രണ്ടുപേർ പറഞ്ഞ ഓൾറെഡി പറഞ്ഞ താലി അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നിട്ട് ഓരോ ലവേഴ്സ് താലി കെട്ടി ഞങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യാണ്. അതുമാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും പിരിച്ചതാണെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ പറഞ്ഞ ഞങ്ങൾ റിച്ച് അല്ല പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കിയത്. അങ്കിളാൻറ്റി ഞങ്ങൾ ഓൾറെഡി റിച്ചാണെന്ന് പറയുന്നത്. റിച്ച് പറഞ്ഞ അങ്ങനെ അവർ ഷോക്കായിരുന്നു. റിച്ചാണോ? അതെ, ഞങ്ങൾ റിച്ചാണ്. അത് മാത്രമല്ല ലണ്ടനിലുള്ളത് എന്ന് പറയുന്നു. ഞങ്ങൾ ലണ്ടനിലാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മാരേജ് കഴിച്ചു. അങ്ങനെ അവേഴ്സ് വെച്ചോളൂ. ഇത് വീട്ടിൽ ജിമ്മിനും മമ്മിക്ക് ഡാഡിക്ക് സാഡായിരുന്നു. ചങ്കുക്ക് മുറക്കായിരുന്നു. എല്ലാത്ത കാരണക്കാരാണ്. നിങ്ങൾ നോക്കാതെ തന്നെ മാരേജ് ജീവിക്കാവുന്നതാന്ന് പറഞ്ഞ് ഡാഡി മുറക്കായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഒന്നുമില്ലടാ ജിമ്മിൻ ചങ്കോക്ക് എന്നൊരാളുണ്ടടാ. ഇതെൻ്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് അവർ പറയുന്നു. ഇവരുടെ നല്ല ഗേൾസടാ. അവർ ഫസ്റ്റ് ചോദിച്ച കൊണ്ട് അവർക്ക് ഞാൻ മാരേജ് കഴിക്കാൻ നിൽക്കതാ. ഇവർ മാരേജ് കഴിക്ക് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഷാക്കായിരുന്നു. മാരേജ് എന്നാൽ സമാധാനമായിട്ടാണ്. ഹീറോയിൻ ഷാക്കായിരുന്നു. എന്താ ഈ ജിമ്മിനിക്ക് ചങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ജിമ്മിനെ ഓർക്കായിരുന്നു. ഹീറോയിൻ നോക്കായിരുന്നു. എന്താ അവിടെ നടക്കുന്നത് നോക്കാന്ന് പറയുമായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക ഇവിടെ നിന്ന് എങ്ങനെ മിസ്കപ്പ് ആവാം എന്ന് വെച്ചാൽ ജിമ്മിനെ ഓർക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ ചങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വരവില്ല ഇത് ചെയ്യണത്ര എന്ന് പറഞ്ഞ് ജിമ്മിനെ നോക്കുമായിരുന്നു. അങ്ങനെ ജിമ്മിൻ വരവില്ല ഹീറോയിനെ ജിമ്മിൻ നോക്കി ലുക്കിടായിരുന്നു. അങ്ങനെ ജിമ്മിന് ഹീറോയിൻ ഇന്നിനാ ഇവിടെ നോക്കുന്നത്. എന്നെല്ലാം ആരോ നോക്കുക. ജിമ്മിനാ താഴെ എടുത്തിട്ട് അങ്ങനെയായിട്ട് ജിമ്മിനൊക്കെ ഇത് പറഞ്ഞ് ജിമ്മിന് വന്നിട്ട് ഹീറോയിൻ വന്നിരുന്നു. എന്താ സാറേ വിളിക്കുക? ജിമ്മിന് അവിടെ തരുന്ന ഹീറോയുടെ അടുത്ത് എത്തി. അങ്ങനെ ഹീറോയുടെ കൗതുക താലി ജിമ്മിന് കിട്ടിയായിരുന്നു. ഹീറോയിൻ ഷാക്കായിരുന്നു. ജിമ്മിന് കിട്ടിയായിരുന്നു. ഷാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാതിരുന്നായിരുന്നു. ഞങ്ങൾക്ക് ഹീറോയിൻ ജിമ്മിന് കിട്ടിയായിരുന്നു. അതുപോലെ എല്ലാവരും പോയിരുന്നു മാരേജ് നടക്കാനാണ്. ജിമ്മിൻ്റെ ഉമ്മ ഡാഡി ഹീറോയിൻ്റെ ഉമ്മ ഡാഡി മാത്രമുള്ളായിരുന്നു. ചങ്കുക്കും ചേട്ടാ എന്ന് പറഞ്ഞ ജിമ്മിന് ജിമ്മിനൊക്കെ മുറക്കായിരുന്നു. സോറി നിനക്ക് ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിമ്മിന് ഒരു ഐഡിയ ആക്കിയായിരുന്നു. എനിക്ക് അവളെ പിടിക്കും എന്ന് വെച്ചാൽ ചങ്കുക്കും താറ്റി കിട്ടിയായിരുന്നു. ഇത് കണ്ട് ഷാക്കായി. വീട്ടിലുള്ള ഫാമിലീസ് എല്ലാവരും ഷാക്കായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ പുത്തൊന്നും വാങ്ങിയിടായിരുന്നു. ഇതൊക്കെ ശരിയല്ല. രണ്ടുപേരും വാശി പിടിച്ച് രണ്ടുപേരും ഹീറോയിനെ വേറെ ചോദിച്ചതിന് രണ്ടുപേരും തല്ലാക്കിയിട്ട് ഹീറോയിന് വേറെ ചോദിച്ചു. ഹീറോയിന് ഫാമിലിക്ക് ഷാക്ക്. അതെ, ഞാൻ വേറെ ചെയ്യിക്കൂടാന്ന് ഇത് എൻ്റെ വൈഫ് പറയാറ്. അങ്ങനെ ജിമ്മിൻ്റെ മമ്മി ഡാഡി വായിക്കിടും. സ്റ്റാപ്പാ എന്താണ് കാണുന്നത്? എന്താണ് അതിൻ്റെ ടോയ്ലറ്റാ എന്ന് പറഞ്ഞ് ജിമ്മിൻ്റെ മമ്മി ഡാഡി സമാധാനാക്കി രണ്ടുപേരെ. ശരി ഇരുവിട്ട ശരിയാണെന്ന് അവർ രണ്ടുപേരും ഉള്ളത്തന്നെ ചിരിച്ചിരിക്കുകയായിരുന്നു. അവർക്കറിയാം അവർ ബോയ് ഫ്രണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണോ എന്ന് പറയായിരുന്നു. ഓൾറെഡി അവർ മാങ്ങി വീണിട്ടില്ല ആ ഗേൾസ്. അവൾ ഓൾറെഡി പെണ്ണിട്ടൊന്നുമില്ല, ചുമ്മാ വെറുതെ പറഞ്ഞതായിരുന്നു. ജിമ്മിൻ ചങ്കൊക്കെ പ്ലാൻ ചെയ്തത് അവരുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയായിരുന്നു. അതെല്ലാം ചട്ടിപ്പാണ്. അവർ രണ്ടുപേർ ആൻസർ എന്ന് പറയാം. ശരി ഓക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഷപ്പെട്ട് ഇവളെ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിനെ മാരേജ് കഴിച്ചതാണ്. ഹീറോയിൻ അവർക്ക് ഓൾറെഡി ഹീറോയിൻ പോലെ ഒരു കണ്ണുണ്ടായിരുന്നു. അതറിയാതെ പാവം ഹീറോയിൻ മയങ്ങനായിരുന്നു. അങ്ങനെയായിട്ട് ഹെഞ്ച് നോക്കും ഇത് എവിടെയെന്ന് പറഞ്ഞ് ഹീറോയിൻ റെഡിയായിട്ട് റൂം പോവാറായിരുന്നു. ഹീറോയിനോ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ കയറിയാൽ തട്ടിയായിരുന്നു. അത് കേട്ടിട്ട് ഇല്ല പറയണൊക്കെ പ്രിയ അകത്ത് പോകും പ്രിയ എന്ന് പറയായിരുന്നു. അങ്ങനെ റൂമിൻ്റെ അകത്ത് വന്നു രണ്ടുപേരും ഹീറോയിൻ ഒരു ലുക്കിടാൻ തുടങ്ങി. ഹീറോയിൻ പേടിയാൻ തുടങ്ങിയ നോക്കുന്നത് ശരിയില്ല പറയുന്നു. ജിമ്മിൻ ജങ്ങൾക്ക് പോയിട്ട് ശരി ഞാൻ പാസ്റ്റ് ബാത്റൂം കൂടാന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിൻ ബാത്റൂം പോയതാ. ഒരാളെ പോയപ്പോൾ ജിമ്മിന് പോയിട്ട് റെഡിയായിട്ട് അങ്ങനെ കുറച്ചൊക്കെ കുളിച്ചിട്ട് റെഡിയായിട്ട് വന്നെടുത്തു. ചങ്കുക്കും പോയി ഹീറോയിൻ നോക്കിയിട്ട് പറയുന്നു ഡ്രസ്സ് ഇത് നോക്കിയിട്ട് റെഡി ആയിട്ട് പറയുന്നത്. ഹീറോയിൻ ബാത്റൂം നോക്കുള്ളൂ. അതൊരു കുട്ടി ഷോർട്ട് ഡ്രസ്സാണ്. അതെ, പാൻറ് ഒന്നുമില്ല പാവം ഹീറോയിൻ. അതൊരു ഷോർട്ട് ഡ്രസ്സാണ്. മുട്ടുകെടുത്തുള്ള ഡ്രസ്സാണ്. ഹീറോയ്ക്ക് ഒരു മോശമാണ് ഇതിൽ വന്നെടുത്ത്
രണ്ടുപേരും ഹീറോയിനെ തിന്ന് നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് പേടിയാവാൻ തുടങ്ങിയായിരുന്നു. പാവം പ്രിയ അങ്ങനായിട്ട് ജിമിന് പറയായിരുന്നു, ഞാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനായിട്ട് ഹീറോയിനെ കേസ് ചെയ്യാൻ തുടങ്ങി. ആയിട്ട് എല്ലാം നടന്നു. അതുപോലെ തന്നെ രണ്ടുപേരും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ ടയർഡായിരുന്നു. അതായിട്ട് ഹീറോയിൻ രാവിലെ നോക്കുമ്പോൾ ഹീറോയിൻ എന്ന് പറഞ്ഞ് ഷാക്കായി നോക്കായിരുന്നു. അതെ 3 മണിയായിരുന്നു ഹീറോയിൻ കിടന്ന് പറഞ്ഞാണ്. ഇങ്ങനെ പാദം മുട്ടാൻ തുടങ്ങിയത്. എന്തത് ഓവർനൈറ്റായിരുന്നു നിങ്ങൾ പാദം മുട്ടുന്നത് നീന എന്ന് പറഞ്ഞ് ജിമ്മിന് മമ്മീനെ എടുത്തോണ്ട് അടി പോയായിരുന്നു. മണി ഇപ്പം 11 മണിയായി. ജിമ്മിനെ വിളിക്കായിരുന്നു. എനി മതി 11 പറഞ്ഞേക്ക് പ്രിയ റെഡി ആയിക്കോ. അത് എനിക്ക് ജിമ്മിന് പോയിട്ട് റെഡി ആക്കിയായിരുന്നു. എൻ്റെ ഒരു ഹീറോയിനെ റെഡിയാക്കിയായിരുന്നു. റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നു. ഹീറോയിൻ പറഞ്ഞു കോളേജ് അത് മാരേജായി പ്രശ്നമില്ല, കുറച്ച് നാൾ ലീവ് എടുക്കുക. ഹീറോയിനെ കുറച്ച് നാൾ അവർ ഭയങ്കര ക്യാരി ചെയ്തു. ഇപ്പോൾ ഹീറോയിക്ക് കോളേജ് പോകാൻ ടൈമായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ കോളേജിലേക്ക് പോയിരുന്നു. അപ്പം അമ്മച്ചി അത് ക്ലാസ് ആയിരുന്നു. അതെ ഇന്ന് ക്ലാസ് ടീച്ചർ വരാൻ പോകാമെന്ന് പറയായിരുന്നു. ഈ ക്ലാസ്സിൽ ചങ്കൊക്കെ വന്നായിരുന്നു. ഹീറോയിൻ ചങ്കൊക്കെ ഒന്ന് ഷൈ ആയിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അതെ ഒരു ഹീറോയിൻ അവിടെ കുറച്ച് നാൾ അതെ ലീവ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഹീറോയെ കൂടി ജോലി ചെയ്തത്. രണ്ടുപേരും ഹീറോയ്ക്ക് ഷൈ ആവാൻ തുടങ്ങിയായിരുന്നു. ചങ്കൊക്കെ ഹീറോയിൻ നോക്കി ചെയ്യായിരുന്നു. ഹീറോയ്ക്ക് ഷൈ ആയിരുന്നു. പാവ ഹീറോ ഫ്രണ്ട്സെല്ലാം നോക്കായിരുന്നു. പൊടി അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു പറഞ്ഞ് ഹീറോയ്ക്ക് ഷൈ ആയിരുന്നു. അങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങിയായിരുന്നു. രണ്ടുപേരും കൂടെ ഹീറോ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീനിയേഴ്സ് ബോയ്സ് ഹീറോയിനെ കണ്ടിട്ട് കണ്ണുണ്ടായിരുന്നു. സീനിയർ വന്ന് ഹീറോയ്ക്ക് പ്രൊഫസറാണ്, ഫൈനൽ ഇയർ പഠിക്കുന്ന സീനിയറാണ്. ഹായ് എൻ്റെ പേര് അർജുനാണ്, എനിക്കെന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അർജുൻ പറയട്ടെ ലവ് യു എന്ന് പറയുന്നത്. സോറി സർ സീനിയർ, എനിക്ക് അവളുടെ മാരേജായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല സർ സീനിയർ, എല്ലാവർക്കും അറിയും എനിക്ക് മാരേജായി എന്ന് പറഞ്ഞ്. അങ്ങനെയിട്ട് ആരെൻ്റെ ഹസ്ബൻഡ് അതൊന്നും ഞാൻ പറയാറില്ല എന്ന് പറഞ്ഞ് ഹീറോയി കണ്ട് കഥ പോകാൻ തുടങ്ങിയായിരുന്നു. അത് ആ സീനിയർ ഹീറോയിനെ പിടിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. സീനിയർക്ക് തല്ലിയ അങ്ങനെ രണ്ടുപേർക്ക് വായിക്കായ ഹീറോയ്ക്ക് തച്ച സീനിയർക്ക് അങ്ങനെയായിട്ട് തല്ലുണ്ടാവാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ സീനിയർക്ക് ഹീറോ തച്ചായിരുന്നു. അങ്ങനെ സീനിയർ കേസ് കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് മേലെ കേസ്